തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്നും മീൻപിടുത്തത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെ കാണാതായി. 3 പേരെയാണ് കാണാതായത്. തെരച്ചിൽ കാര്യക്ഷമമല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചിട്ടുണ്ട്. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സൂര്യ, ഈ മത്സ്യത്തൊഴിലാളികളെ കാണാതായതിനു ശേഷമുള്ള ഈ തെരച്ചിൽ അത് പോരാ, അത് ആ രീതിയിൽ തെരഞ്ഞാൽ പോരാ എന്നുള്ള ഒരു ആക്ഷേപം അതുണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ നിലവിൽ ഈ ട്രോളിംഗ് നിരോധനമൊക്കെ ഉണ്ട്. സാധാരണ വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളാണോ അപകടത്തിൽപ്പെട്ടത്? പ്രജൻ, പരമ്പരാഗതമായ വള്ളത്തിൽ മീൻ പിടിക്കാൻ പോയവരെയാണ് കാണാതെയായത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 3 മത്സ്യത്തൊഴിലാളികളുമായിട്ട് ഇന്നലെ വൈകുന്നേരം 3 മണിയോട് കൂടി വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് പോയ വള്ളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളെ കാണാനില്ല എന്നുള്ള പരാതിയാണ് ലഭിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി തിരിച്ച് എത്തേണ്ടവരായിരുന്നു. പക്ഷേ ഇന്നീ സമയം വരെയും എത്താത്തതിനെ തുടർന്നാണ് മത്സ്യത്തൊഴിലാളികൾ തെരച്ചിൽ കാര്യക്ഷമമല്ല എന്നുള്ള പരാതി ഉയർത്തി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയവേളി സ്വദേശി ലിവിൻ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ക്രിസ്തുരാജൻ വള്ളമാണ് കാണാതെ പോയിരിക്കുന്നത്. അതിനിടയിൽ 4 മത്സ്യത്തൊഴിലാളികൾ ഉണ്ട് എന്നുള്ള വിവരം കൂടി നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്കൊപ്പം പോയ മറ്റ് വള്ളങ്ങളും അതിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും ഒക്കെ തിരികെ എത്തിയ സാഹചര്യത്തിലാണ് എവിടെ പോയി ഇവർ തിരികെ എത്താത്തതിൽ വലിയ ആശങ്ക ഉണ്ടായത്. തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.